നടൻ ദിലീപിന് കുരുക്കായത് ഒരു പ്രധാനപ്പെട്ട മൊഴിയാണ്. നടി അക്രമ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമുണ്ടായത് സംവിധായകനായിരുന്ന ബാലചന്ദ്രകുമാറിൻ്റെ മൊഴികളാണ്. ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ട് എന്ന ആ സുപ്രധാനമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ തുടർന്നുള്ള നീക്കങ്ങളൊക്കെ നടന്നത്. ഒടുവിൽ ബാലചന്ദ്രകുമാർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ അവസ്ഥ മോശമായതിനെ തുടർന്ന് മരണപ്പെട്ടു. ആശുപത്രി കിടക്കയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നു. ദിലീപ് കേസുമായി ബന്ധപ്പെട്ട ആ വിധികളൊക്കെ വരുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം ബാലചന്ദ്രകുമാറിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആക്ഷേപമാണ്. ദുരൂഹത ആരോപിക്കുന്നത് സംവിധായകൻ കൂടിയായ അനന്തു സുരേഷ് കുമാറാണ്. ദുരൂഹതയിൽ പോലീസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി മുഖ്യമന്ത്രി DGPക്കും കൈമാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് സംബന്ധിച്ച ഗൂഢാലോചനയിൽ ഒരു അന്വേഷണം നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബാലചന്ദ്രകുമാറിനെ മനഃപൂർവ്വം അപകടപ്പെടുത്താൻ വേണ്ടി ചില ഡോക്ടർമാർ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് കുടുംബം സംശയിക്കുന്നത്. കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബാലചന്ദ്രകുമാർ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ദിലീപ് കേസുമായി ബന്ധപ്പെട്ടുള്ള 4ാമത്തെ ദുരൂഹ മരണമാണ് ബാലചന്ദ്രകുമാറിൻ്റേത് എന്നതാണ് അനന്തു സുരേഷ് കുമാറിൻ്റെ ആരോപണം. ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർക്ക് നടൻ ജയറാമുമായി ബന്ധമുണ്ടെന്നുമുള്ള ആരോപണം അനന്തു സുരേഷ് ഉന്നയിക്കുന്നു. എന്താണ് ബാലചന്ദ്രകുമാറിൻ്റെ മരണത്തിൻ്റെ പിന്നിലുള്ള ദുരൂഹത എന്ന് വെച്ചാൽ വളരെ സ്വാഭാവികമായിട്ട് ആർക്കും വരുന്ന, നമ്മൾ സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും കേൾക്കുന്നത് പോലത്തെ ഒരു സാധാരണ കിഡ്നി സ്റ്റോൺ മാത്രമായിരുന്നു ബാലചന്ദ്രകുമാറിനുണ്ടായിരുന്ന കംപ്ലയിൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലിൽ നീരുണ്ടായിരുന്നു. ആ നീര് എന്തുകൊണ്ട് എന്നുള്ള ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് ഇതുപോലെ കിഡ്നി സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് അപ്പോൾ ഇനീഷ്യൽ ഉള്ള പുള്ളിയുടെ ടെസ്റ്റ് റിപ്പോർട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഈ കേസിൽ. കാരണം ഈ SUT ഹോസ്പിറ്റൽ ഡോക്ടർ ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുന്നിലേക്ക് പോകുന്നതിന് മുന്നേ ബാലചന്ദ്രകുമാറിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നുവെന്നും അദ്ദേഹത്തിന് ആകെക്കൂടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു കിഡ്നിയിൽ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു രേഖ നമ്മുടെ കയ്യിലുണ്ട്. പിന്നീട് സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ഈ ശിവരാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് ഈ സ്റ്റോൺ റിമൂവ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി തന്നെ ക്ലിയർ ആവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇഷ്യൂ ഉള്ളൂ അദ്ദേഹത്തിനെന്ന് പറയുകയും കുറച്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്റ്റോൺ റിമൂവ് ചെയ്യാം, ഒരാഴ്ച നമുക്ക് മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഇൻഫെക്ഷനൊക്കെ ഒന്ന് കുറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോൺ റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞ ഡോക്ടർ പെട്ടെന്ന് ഐഡിയ മാറ്റി പിറ്റേന്ന് തന്നെ ഇത് ചെയ്യണം എന്ന് വന്ന് ഇവരോട് പറഞ്ഞ് പിറ്റേന്നത്തെ ഈ സ്റ്റോൺ റിമൂവൽ പ്രക്രിയയ്ക്ക് ശേഷം ബാലചന്ദ്രകുമാറിൻ്റെ അവസ്ഥ ഭയങ്കരമായിട്ട് ഡിറ്റീരിയേറ്റ് ചെയ്യാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഭയങ്കരമായിട്ട് വഷളാവുന്നു. അദ്ദേഹം അസഹനീയമായ വേദന റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ബാലചന്ദ്രകുമാറിൻ്റെ കുടുംബത്തിലുള്ളവരും ആ ഹോസ്പിറ്റലിലുള്ളവരോട് തന്നെ ചോദിക്കുമ്പോൾ അവർക്കും ഇത് വളരെ അൺനാച്ചുറലായിട്ട് തോന്നി. കാരണം ഒരു സ്റ്റോൺ റിമൂവ് ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും അധികം വേദന അനുഭവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തുകൊണ്ട് ബാലചന്ദ്രകുമാറിന് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരമില്ലാതെ മുന്നോട്ട് പോവുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ആക്ച്വലി മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥയുണ്ടായി. അതായത് മൂത്രത്തിന് കട്ട രക്തത്തിൻ്റെ നിറം വരുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ സീനിയർ യൂറോളജിസ്റ്റായ ശിവരാമകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. ബാലചന്ദ്രകുമാർ സെപ്പറേറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സും കാര്യങ്ങളുമൊക്കെ പുറത്തും ഈ രാജ്യത്തിന് പുറത്തും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ മറ്റ് ഡോക്ടേഴ്സുമായിട്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അറിയാൻ സാധിച്ച ആദ്യത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോണുള്ള കിഡ്നിയിൽ ഒരു സ്റ്റെൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ ആ സ്റ്റെൻറ്റിനോടൊപ്പം അദ്ദേഹം ഹെപ്പാരിൻ എന്ന് പറയുന്ന മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഈ കോമ്പിനേഷനിൽ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടായേക്കാം എന്നൊരു മെഡിക്കൽ ഉപദേശം അദ്ദേഹത്തിന് പുറത്തു നിന്ന് കിട്ടി. പക്ഷേ ഇതേ കാര്യം ഇദ്ദേഹം SUT ഹോസ്പിറ്റലിൽ ഡോക്ടർ ശിവരാമനോട് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം അത് തള്ളിക്കളയാണ് ചെയ്തത്. അവസാനം ബാലചന്ദ്രകുമാർ തന്നെ നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റെൻറ്റ് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ സ്റ്റെൻറ്റ് റിമൂവ് ചെയ്യാൻ നടത്തിയ പ്രക്രിയയിലാണ് ബാലചന്ദ്രകുമാർ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കിഡ്നിയിലും അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമില്ലാതിരുന്ന കിഡ്നിയിലും അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അറിവില്ലാതെ ഈ ഡോക്ടർ സ്റ്റെൻറ്റ് ഘടിപ്പിച്ചിരുന്നു എന്ന്. അപ്പോൾ എന്തായാലും അന്നത്തോടെ ആ ഉണ്ടായിരുന്ന സ്റ്റെൻറ്റുകൾ റിമൂവ് ചെയ്തതോടുകൂടി അദ്ദേഹത്തിൻ്റെ മൂത്രത്തിലൂടെ ചോര പോകുന്ന ബുദ്ധിമുട്ട് ഇൻസ്റ്റൻ്റ്ലി മാറി അദ്ദേഹം ഡിസ്ചാർജ് ചെയ്ത് പോയി. എന്ത് വിഷയമുണ്ടെങ്കിലും അത് അഗാധമായിട്ട് പഠിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ബാലചന്ദ്രകുമാർ. പിന്നീടുള്ള ദിവസങ്ങളിൽ ബാലചന്ദ്രകുമാർ വളരെ ഡീറ്റെയിൽഡായിട്ട് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന പരമാവധി എന്താണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് അന്വേഷണം നടത്തി കണ്ടെത്തി അദ്ദേഹത്തിന് വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് ഈ റിപ്പോർട്ട്സ് കണ്ടിട്ട് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ലാത്ത കിഡ്നിയിൽ തൊടേണ്ട കാര്യമില്ലായിരുന്നു.
അപ്പോൾ ആ ബാലചന്ദ്രകുമാർ തന്നെ ആ അവസരത്തിൽ നേരിട്ട് പരാതി കൊടുക്കാൻ തയ്യാറെടുത്തിരുന്നു. അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ തയ്യാറായപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, അദ്ദേഹത്തിന് തന്നെ ലഭിച്ച ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇനി, അതായത് ആ അവസ്ഥയിലായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും തകരാറിലായി. ഡയാലിസിലൂടെയാണ് അദ്ദേഹം ഒരുവിധം സസ്റ്റെയിൻ ചെയ്ത് വന്നത്. ഇനി അദ്ദേഹത്തിന് സർവൈവ് ചെയ്യണമെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് അദ്ദേഹത്തിന് പോയാലേ പറ്റൂ. ഇപ്പോൾ ഒരു മേജർ ഡോക്ടർക്കെതിരെ പരാതി കൊടുത്താൽ ഒരു പക്ഷേ മറ്റ് ഹോസ്പിറ്റലുകളും അവിടെയുള്ള ഡോക്ടർമാരും അദ്ദേഹത്തിൻ്റെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ മടിച്ചേക്കും എന്നൊരു ഉപദേശം അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ട് തൽക്കാലം പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് ബാലചന്ദ്രകുമാർ തീരുമാനിച്ചു. പിന്നീട് സംഭവിച്ചത്, ബാലചന്ദ്രകുമാർ തന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ലാത്ത കിഡ്നിയിൽ സ്റ്റെൻറ്റ് ഇട്ടു എന്ന ചോദ്യം SUT ഹോസ്പിറ്റലിലുള്ള മറ്റ് ഡോക്ടേഴ്സിനോട് ചോദിക്കുകയും മറ്റ് നഴ്സുമാരോടൊക്കെ ചോദിക്കുകയും ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രൊസീജിയർ ചെയ്ത ഡോക്ടർ ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനെ നേരിട്ട് കാണാൻ ശ്രമിച്ചപ്പോൾ 3 ആഴ്ചത്തോളം ഈ ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന ഡോക്ടർ അതിൽ നിന്ന് തെന്നിമായി മാറി. ഒരു തരത്തിലും അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല. പലതരത്തിൽ ബാലചന്ദ്രകുമാർ ഹോസ്പിറ്റലിൽ എത്തും എന്ന് നേരത്തെ അറിയിക്കുന്ന സമയങ്ങളിൽ ബാലചന്ദ്രകുമാർ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ്, അതുവരെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അതിന് തൊട്ട് മുമ്പ് അവിടെ നിന്ന് മാറിക്കളയുന്ന അവസരം ഉണ്ടായി. 3 ആഴ്ചയ്ക്കകം ഈ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ലോങ് ലീവ് എടുത്ത് അമേരിക്കയിലേക്ക് പോയി. ഇതെല്ലാം റെക്കോർഡുള്ള ഫാക്ട്സാണ്. എക്സാക്ട്ലി കൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ആ കുടുംബത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ആദ്യം ഞാൻ പറഞ്ഞ യൂറോളജിസ്റ്റായ ഈ ഡോക്ടർ ശിവരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടും അതേ സമയത്ത് തന്നെ മറ്റ് 2 ഇൻസിഡൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നെന്ന് പറയുന്നത് ബാലചന്ദ്രകുമാറിൻ്റെ തന്നെ നാട്ടുകാരനായ ഒരാളോട് ഈ ശിവരാമകൃഷ്ണൻ നേരിട്ട് ആ സമയത്ത് തന്നെ ഈ ശിവരാമകൃഷ്ണൻ പറഞ്ഞു, അവന് വേറെ പണിയില്ലേ, ബാലുവിന് വേറെ പണിയില്ലേ, അവൻ ഈ പറയുന്ന പോലെ മറ്റേ ദിലീപിൻ്റെ കൂടെയല്ലേ നിൽക്കണ്ടേ, ദിലീപ് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ദിലീപിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ട, ദിലീപിനോടൊപ്പം സിനിമ ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടിയതല്ലേ അവന്, അപ്പോൾ ദിലീപ് എന്തെങ്കിലും കുറ്റം ചെയ്തെങ്കിലും അവൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടതെന്ന് ഈ ഡോക്ടർ ബാലചന്ദ്രകുമാറിൻ്റെ തന്നെ നാട്ടുകാരോട് പറയുകയും അത് ബാലചന്ദ്രകുമാറിൻ്റെ ചെവിയിലെത്തുകയും ചെയ്തു. പിന്നെ എനിക്ക് നേരിട്ട് കൺഫേം ചെയ്യാൻ പറ്റാത്ത എന്നാൽ വളരെ വിശ്വസനീയമായ ഒരു സ്രോതസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വിവരം, ബാലചന്ദ്രകുമാറിനെ നോക്കിയ ആ യൂറോളജിസ്റ്റ് ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്നത് നടൻ ജയറാമിൻ്റെ ബന്ധുവാണെന്നാണ്. പറയുന്ന കാര്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം സ്റ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പ്രമുഖ നടൻ ദിലീപ് 8ാം പ്രതിയായിരുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 4ാമത്തെ ദുരൂഹ മരണമാണിത്. ഒരു രീതിയിലും ഈ 4 മരണങ്ങൾക്കും ഉത്തരവാദി ദിലീപാണ് എന്നല്ല ഞാൻ പറയുന്നത്. പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടാത്ത 4ാമത്തെ ദുരൂഹ മരണമാണ് ഇത്. കൃത്യമായിട്ടുള്ള ഒരു അനീതി ബാലചന്ദ്രകുമാറിന് സംഭവിച്ചിട്ടുണ്ട്. ബാലചന്ദ്രകുമാർ കൊടുത്ത തെളിവുകൾ, ബാലചന്ദ്രകുമാർ കൊടുത്ത ഓഡിയോ ക്ലിപ്പുകളിലുള്ള ശബ്ദങ്ങളെല്ലാം ദിലീപിനും ദിലീപിൻ്റെ വേണ്ടപ്പെട്ടവർക്കും ദിലീപിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളുടേതാണ് എന്ന് തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട റിപ്പോർട്ടുകൾ ഇന്നും കോടതിക്ക് മുമ്പിലുണ്ട്. അതെന്തുകൊണ്ട് കോടതി ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളത് മറ്റൊരു വലിയ ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ. പക്ഷേ ബാലചന്ദ്രകുമാർ കൊടുത്ത ശബ്ദങ്ങളൊന്നും എൻ്റേതല്ല, ഞങ്ങളുടേതല്ല എന്ന് ദിലീപിനും ദിലീപിൻ്റെ കൂടെയുള്ള ആളുകൾക്കും ഇന്നും ഈ നിമിഷവും തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്.